ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് പിയാഷ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാം ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ നിയമമെല്ലാം ഒന്ന് മാറ്റണം എന്ന്. അതായത് ഇന്ത്യയിൽ പുതിയതായിട്ട് നല്ല നിയമങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരാളെ റേപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അതായത് അവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി അതായത് ആൾക്കാരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ 5-6 ദിവസം അതായത് ട്രെൻഡിങ് എല്ലാം ആക്കിയതിന് ശേഷമാണ് അതായത് മര്യാദയ്ക്ക് ജസ്റ്റിസ് എല്ലാം അതായത് കേസ് തന്നെ എടുക്കുള്ളൂ എന്നുള്ളൊരു കാര്യം ഇന്ത്യയിലുള്ള ഒരു സങ്കടകരമായ ന്യൂസ് ആയിരുന്നു. എന്നാൽ ചില കേസസിൽ കൃത്യമായി നിയമം വരുന്നുണ്ട്. പക്ഷേ ചില കേസസിൽ അതായത് നിയമം ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കേസസിലും ജസ്റ്റിസ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പൊതുവെ അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പുതിയ 3 നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ പുതിയ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികളായിക്കോട്ടെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, ജഡ്ജസ് ഇങ്ങനെയുള്ള പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ നിയമമെല്ലാം ഒന്നും കൂടെ അതായത് ക്ലാരിഫൈ ചെയ്യണം, അതുപോലെ തന്നെ പല നിയമങ്ങളും പിൻവലിക്കണം, അതായത് ഇത് ഇച്ചിരി കഠിന തടവായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇതിനെ പ്രതിഷേധിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പുതിയതായി കൊണ്ടുവന്ന നിയമം. രണ്ടാമത്തത് അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ജഡ്ജസും അഡ്വക്കേറ്റ്സ് എല്ലാം തന്നെ ഇതിനെ എതിർക്കുന്നത്. മൂന്നാമതായിട്ട് ഈ നിയമത്തിൽ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത് ജനറൽ ഈക്വാലിറ്റി അതായത് പൊതുസമൂഹത്തിലുള്ള ആൺ പെൺ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈക്വാലിറ്റി കിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതെല്ലാം തന്നെ പലതും മിസ് ഔട്ട് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അതായത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ, അതിലുള്ള ഹൈലൈറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഏതെല്ലാം കാര്യത്തിലാണ് അതായത് ഈ പുതിയ നിയമത്തിലും വീഴ്ച പറ്റിയിരിക്കുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ രണ്ടാം മോഡി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പുതിയ നിയമങ്ങളെല്ലാം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ ലോക്സഭയിൽ പാസ്സായതാണ് ഈ ബില്ല്. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഇപ്പോഴും കൊളോണിയൽ ആ പീരീഡിൽ തന്നെയാണ്. അതായത് നമ്മൾ ഇതുവരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന IPC തുടങ്ങിയ നിയമങ്ങളെല്ലാം അതായത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന നിയമമാണ്. അപ്പോൾ ആ നിയമപ്രകാരമാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 100 വർഷങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നോ അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാളെ തെറി വിളിച്ച് ഒരാൾ സൂസൈഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പ് അവർക്കറിയില്ല. അപ്പോൾ ആ നിയമം പഴയതായിരിക്കുന്നു. അതുപോലെ തന്നെ പല നിയമങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇത് പാസ്സായ ബില്ല് ഈ ജൂലൈ 1-ാം തീയതി തൊട്ടാണ് ഇത് എനാക്ട് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ. അതായത് ജൂലൈ 1-ാം തീയതി തൊട്ട് ഓരോ കേസസും പുതിയ കേസസുകൾ വരുന്ന ആ കേസസ് എല്ലാം തന്നെ ഈ പുതിയ നിയമപ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുക എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പുതിയ നിയമത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ പുതിയ നിയമത്തിന്റെ പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1860 കൊണ്ടുവന്ന IPC. ഈ IPC എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അതായത് സിനിമയിലും ഡ്രാമയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ IPC സെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ IPC ഇന്ത്യൻ പിനൽ കോഡ് എന്ന് പറയുന്ന ഈ സെക്ഷൻ മാറ്റിയിട്ടാണ് BNS എന്ന് പറയുന്ന പുതിയ സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ BNS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഇതിന്റെ പേര്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് 1973 കൊണ്ടുവന്ന് CRPC അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ CRPC എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ CRPCക്ക് പകരം കൊണ്ടുവന്നിരിക്കുന്ന BNSS അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ 1872 കൊണ്ടുവന്ന IE എന്ന് പറയും, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് BSA എന്ന് പറയും, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോൾ ഈ 3 നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കാം. അതായത് ഈ പേരുകളാണ്. അതായത് പേരുകൾ ഇച്ചിരി കഷ്ടവുമാണ്. അതുപോലെ തന്നെ ഹിന്ദിയും സംസ്കൃതവും മിക്സ് ചെയ്ത ഒരു പേരുകളാണ് ഇത് വന്നിരിക്കുന്നത്. പൊതുവെ ഒന്ന് ഇംഗ്ലീഷിലാക്കുന്നതായിരുന്നു ഇച്ചിരി കൂടെ ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഈ പുതിയ നിയമങ്ങളിൽ വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അതായത് പോലീസുകാർ എവിടെയെങ്കിലും പോയി റെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം സീസ് ചെയ്യുക, തൊണ്ടി മുതലായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. അതായത് പോലീസുകാർ ഇങ്ങനെ സീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് അതായത് വീഡിയോ എവിഡൻസ് ഇനി തൊട്ട് വേണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ അതായത് പെറ്റി കേസസിൽ ഇനി സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു പണിഷ്മെന്റും കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കേസസ്, അതായത് അവിടെ പോയി മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാൻ പാടില്ലാത്ത ഇങ്ങനെ ചെറിയ ചെറിയ കേസസ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് ഒന്നെങ്കിൽ ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് ഫൈൻ അടച്ചിട്ട് അവരെ വിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഫൈനോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ ആവശ്യമില്ല.
അതിൽ ഫൈൻ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ആവശ്യമില്ല. അതായത് ഇവർക്ക് എന്തെങ്കിലും അതായത് സോഷ്യൽ വർക്ക് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സ്ട്രീറ്റ് തുടയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രീറ്റ് അടിക്കാനായിരിക്കും, ഇങ്ങനെയുള്ള ഒരു പൊതുവെയുള്ള സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് വിചാരണ കഴിഞ്ഞിട്ട് 45 ദിവസത്തിന്റെ ഉള്ളിൽ അതായത് വിധി പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അതായത് 45 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ 45-ാം ദിവസം തന്നെ അത് ക്ലിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് വിലങ്ങ് അണിയിക്കേണ്ട ആവശ്യമില്ല. അതായത് ചെറിയ ചെറിയ പെറ്റി കേസസിലുള്ളവർക്കൊന്നും ഇനി വിലങ്ങ് അണിയിക്കേണ്ട ആവശ്യമില്ല. അതായത് വലിയ കേസസിലോ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഈ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യുക അങ്ങനെയുള്ള കേസസിൽ മാത്രം അവർക്ക് ഹാൻഡ് കഫ് അണിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുക 24 മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹം കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. അതായത് പോലീസ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, അതായത് ഇന്ന കാരണം കൊണ്ടാന്നുള്ള അത് വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ 24 മണിക്കൂറിന് മേലെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂറിന് അതായത് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ 24 മണിക്കൂറിലധികം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോയർക്കോ ആരെയും അറിയിക്കാൻ വേണ്ടി ഒരാൾക്കുള്ള പെർമിഷൻ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആരെയും അറിയിക്കേണ്ടതാവല്ലോ. അതായത് ഒന്നെങ്കിൽ അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ വീട്ടുകാരെ ആവാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ആവാം. അവർക്ക് ഫോൺ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരെ അറിയിക്കാനോ ഒരാളെ അറിയിക്കാനുള്ള പെർമിഷൻ ഈ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാരെ അറിയിക്കാനുള്ള ആ ഒരു പെർമിഷൻ ഈ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏഴാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ടെക്നോളജി അഡ്വാൻസ് ആയിട്ടാണ്. അതായത് ഇനി അതായത് ഈ എവിഡൻസ് എല്ലാം തന്നെ ഡയറക്റ്റ് പേപ്പറിൽ തന്നെ വേണമെന്നില്ല. അതായത് ഓൺലൈൻ ആയിട്ടുള്ള എവിഡൻസും സ്വീകരിക്കും. അതായത് ഇമെയിൽ, പേഴ്സണൽ മെസ്സേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി എങ്ങാനും അതായത് കോഴി ചങ്ക്സ് എല്ലാം തന്നെ ഓരോ ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ചോ. അതായത് ഓൺലൈൻ എവിഡൻസ് എല്ലാം തന്നെ ഇനി ഫുള്ളി അക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് സൈബർ ബുള്ളിങ് അതുപോലെ തന്നെ ടെററിസം ഇങ്ങനെയുള്ള ഓൺലൈൻ സൈബർ ക്രൈം എല്ലാം തന്നെ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയ അപ്ഡേറ്റ് ആണ്. അതായത് എട്ടാമത്തത് സീറോ FIR എന്ന് പറയും. അപ്പോൾ ഈ സീറോ FIR എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ആദ്യം ചോദിക്കും അതായത് നിങ്ങൾ ഏതാണ് സ്ഥലം, ഏത് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഒരു പഞ്ചായത്തിലുള്ള ആ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമോ നമുക്ക് പോയി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി അങ്ങനെയല്ല. അതായത് ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും കേസ് FIR രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം പിന്നീട് ട്രാൻസ്ഫർ ആക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ആ കേസ് നടന്ന സ്ഥലത്ത് തന്നെ പോയി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആവശ്യം ഇനി ഇല്ല. അടുത്തത് ഒമ്പതാമത്തെ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അതായത് 18 വയസ്സിന്റെ താഴെയുള്ള അതായത് മൈനർ ആയ കുട്ടികളെല്ലാം തന്നെ പീഡിപ്പിക്കുന്ന കേസസിൽ അതായത് മുൻപ് എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് ജീവപര്യന്തോ അങ്ങനെയുള്ള നിയമമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ നിയമത്തിൽ എന്താണെന്ന് വെച്ചാൽ അതായത് ജീവപര്യന്തോ ഈവൻ വധശിക്ഷ വരെ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാക്സിമം പണിഷ്മെന്റ് ആയിട്ട് വധശിക്ഷയും കൊടുക്കാം എന്ന് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? അടുത്തത് പത്താമത്തെ അതും ഏറ്റവും വലിയ നിയമമാണ്. അതായത് ഫാൾസ് പ്രോമിസ് ചെയ്യുക, അതായത് മാരേജ് ചെയ്യാം അല്ലെങ്കിൽ അതായത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ തരാമെന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്ത് സെക്സിൽ ഇൻവോൾവ് ആക്കിയതിന് ശേഷം ഇന്റർകോഴ്സ് ചെയ്തിട്ട് പിന്നീട് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു കേസിൽ നിന്ന് തന്നെ മാറുകയാണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ശിക്ഷ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 11ാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതായത് കുറ്റവാളി ആയിക്കോട്ടെ ഇരയായിക്കോട്ടെ ഈ രണ്ടു പേർക്കും ആ കേസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 12ാമത്തെ അതും ഒരു നല്ല നിയമം തന്നെയാണ്. ഒരു സ്ത്രീ ഇരയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ മൊഴിയെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഒരു ലേഡി പോലീസ് തന്നെയായിരിക്കും അതായത് ഈ മൊഴി റെക്കോർഡ് ചെയ്യേണ്ടേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷനിലെല്ലാം പോകുമ്പോൾ ഈ ഇരയ്ക്ക് ഇച്ചിരി പേടിയുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വീട്ടുകാരെയോ അല്ലെങ്കിൽ ഗാർഡിയനെയോ അങ്ങനെയുള്ള ആരെയും ഒപ്പം കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 7 ദിവസം കഴിയരുത്, 7 ദിവസത്തിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 13ാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് കുട്ടികളെ വിൽക്കുന്നതും വാങ്ങുന്നതും അതായത് ഒരു സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു കുട്ടീനെ വിൽക്കുന്നതും വാങ്ങുന്നതും ഇനി സീരിയസ് ഒഫൻസ് ആയി കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ശിക്ഷയും വലുതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ശിക്ഷ എത്രയാണെന്നൊന്നും ഇതുവരെയും ക്ലിയർ ആയി പറഞ്ഞിട്ടില്ല. 14ാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നത് അത് 15 ദിവസം അവർക്ക് കസ്റ്റഡി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡി എല്ലാം കിട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ നിയമത്തിൽ എന്താണെന്ന് വെച്ചാൽ അതായത് 90 ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന് അതായത് 90 ദിവസം തന്നെ അതായത് കോർട്ടിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യാതെ അതായത് 90 ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15ാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇതുവരെ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ FIR പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമല്ലോ. പക്ഷേ ഇതുവരെ അതായത് ഈ കുറ്റം നടന്നിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി 14 ദിവസം പോലീസിന് ഒരു സാവകാശം കൊടുത്തിരിക്കുകയാണ്.
14 ദിവസത്തിന്റെ ഉള്ളിൽ FIR രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 16ാമത്തെ എന്തായിരുന്നു വെച്ചാൽ അതായത് ഇതുവരെ എങ്ങനെയായിരുന്നു വെച്ചാൽ സീനിയർ ഓഫീസേഴ്സിനെ അല്ല തന്നെ ഇപ്പോൾ അതായത് ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ SIനെ ഒന്നും പോയി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറ്റവാളിയാന്ന് അറിഞ്ഞാൽ പോലും അതായത് കുറെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പറ്റുള്ളൂ. പക്ഷേ ഈ പുതിയ നിയമത്തിൽ അതായത് താഴെയുള്ള ഓഫീസേഴ്സിനും ഈ മേലെയുള്ള ഓഫീസേഴ്സിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ എന്താണെന്ന് വെച്ചാൽ ലിഞ്ചിങ്. ഇതും ഒരു ഏറ്റവും വലിയൊരു നല്ല നിയമം തന്നെയാണ്. അതായത് ലിഞ്ചിങ് എന്ന് വെച്ചാൽ അത് സുപ്രീം കോടതി പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ഗ്രൂപ്പ് ചേർന്ന് ഒരാളെ കൊല്ലുക, അതായത് ഇപ്പോൾ അവൻ സമൂഹത്തിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ അവന്റെ ജാതിന്റെ പേരിലായിരിക്കും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലുക ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തോ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 18ാമത്തെ അടുത്ത ഏറ്റവും വലിയ നിയമം എന്താ വെച്ചാൽ അതായത് മൈനർ ആയിട്ടുള്ള വൈഫിനെ റേപ്പ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരാൾ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 15 വയസ്സാണെങ്കിൽ ഓക്കെ, 18 വയസ്സാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അത് 18 വയസ്സിന്റെ താഴെ ഭാര്യ ആവാൻ പാടില്ല. അത് ഓൾറെഡി കേസാണ്. പക്ഷെ 18 വയസ്സിന്റെ താഴെ അതായത് സമ്മതത്തോടെയോ അല്ലെങ്കിൽ സെക്ഷൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് റേപ്പായി കൺസിഡർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 19ാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇതുവരെ എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് അക്യൂസ്ഡ് ഉണ്ടെങ്കിൽ മാത്രമോ അതായത് വിചാരണയെല്ലാം നടക്കും. പക്ഷെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുക അതായത് അദ്ദേഹത്തിന്റെ ആബ്സെൻസിലും അതായത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ പിന്നീട് അതായത് കോടതി വിധിയെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഗവൺമെന്റ് എല്ലാം ഇടപെട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നോ അങ്ങനെയുള്ള രീതിയിൽ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20ാമത്തെ എന്താണെന്ന് വെച്ചാൽ സെഡിക്ഷൻ. അപ്പോൾ ഇതിലെല്ലാം കുറെ പ്രശ്നമുണ്ട്. അതായത് ഈ സെഡിക്ഷൻ എന്ന് പറയുന്ന നിയമത്തിലെല്ലാം അതായത് രാജ്യദ്രോഹ കുറ്റം ഇപ്പോൾ റീസെന്റ് ആയിട്ട് അരുന്ധതി റോയിലെല്ലാം കേസിലെല്ലാം കണ്ടു. അപ്പോൾ ഈ ഒരു കേസിൽ അതായത് ഗവൺമെന്റിനെതിരെ തന്നെ സംസാരിക്കുകയാണെങ്കിലും ഈ ഒരു സെക്ഷനിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തെല്ലാമാണ് സംസാരിച്ചാലാണ് വരിക എന്നുള്ള കാര്യമൊന്നും ഇതുവരെയും വ്യക്തമല്ല. അപ്പോൾ ഈ 20 പുതിയ ചേഞ്ചസ് ആണ് ഈ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ചെറിയ ചെറിയ ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ലെഫ്റ്റ് ഔട്ട് ആയത് അല്ലെങ്കിൽ വിട്ടുപോയേ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ് അതായത് ജെൻഡർ ഈക്വാലിറ്റി. അതായത് കുറെ നിയമമല്ല തന്നെ എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്നു. പക്ഷെ പുതിയ നിയമത്തിലും അതിൽ വലിയ ചേഞ്ചസ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡറിനെ പലതരം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് മുൻപുള്ള നിയമത്തിനെക്കാളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കും പ്രോപ്പർ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ട്രാൻസ്ജെൻഡർ ആൾക്കാരും പറയുന്നുണ്ട്. ഒന്നാമത്തെ കേസ് ഈ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇതിനെ എതിർക്കുന്ന പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഇതിനെ കൃത്യമായിട്ട് പാർലമെന്റ് വെച്ച് വിവാദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറും 5 മണിക്കൂർ മാത്രമോ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിനുശേഷം അത് നിയമമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാറോ. അപ്പോൾ ഇത് പോരാ, അതായത് ഒരു വലിയൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത് അതിൽ കൂടുതൽ മണിക്കൂർ ചർച്ച ചെയ്യപ്പെടണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രശ്നം പറയുന്നത് എന്താ വെച്ചാൽ അതായത് മുൻപ് പോലീസിന് തന്നെ 15 ദിവസം കസ്റ്റഡി ടൈം കിട്ടുമല്ലോ. പക്ഷേ ഈ 15 ദിവസം കിട്ടിയില്ല അതിൽ തന്നെ ലോക്കപ്പ് ഡെത്ത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇതിൽ 90 ദിവസം കൊടുക്കുന്നുണ്ട്. അതായത് 15 ദിവസം തന്നെ അവർക്കുള്ളപ്പോൾ ലോക്കപ്പ് ഡെത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 90 ദിവസമാകുമ്പോൾ ഇതെല്ലാം തന്നെ കൂടാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ജൂനിയർ ആൾക്കാർക്കെല്ലാം തന്നെ സീനിയർ ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജൂനിയർ ആൾക്കാരെല്ലാം തന്നെ വ്യക്തിവൈരാഗ്യം കൊണ്ടും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സീനിയർ ഓഫീസറെല്ലാം ഇതിൽ പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് പണ്ടെല്ലാം തന്നെ FIR അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാറുള്ളൂ. ഇപ്പോൾ 14 ദിവസം സമയം കൊടുക്കുന്നുണ്ട് തന്നെ ഇതിലും കുറെ കള്ളത്തരം സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ FIR ഇതിനു മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ സെഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കേസ് അതായത് രാജ്യദ്രോഹ കുറ്റം ഇതും വലിയൊരു പ്രശ്നമായി ആൾക്കാർ കരുതപ്പെടുന്നു. അതായത് ഗവൺമെന്റിനെതിരെ തന്നെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പ്രശ്നമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഇതിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റും വേണം, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും വേണം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്ത് ഇതിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വിമർശനം ഉണ്ട്. ഇനി അടുത്ത കാര്യങ്ങൾ ഈ വക്കീൽമാരും അതുപോലെ തന്നെ ജഡ്ജസ് എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് വക്കീൽമാരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതായത് ഇതിൽ പോലീസിന് കൂടുതലായിട്ടും അതായത് പവർ കൊടുത്തിരിക്കുകയാണ്. അതായത് പോലീസിന് മുൻപുണ്ടായിരുന്നേക്കാളും പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അതായത് ജസ്റ്റിസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവസാനമായി പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഇതിന്റെ പേര് തന്നെയാണ്. ഇത് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേര് ഒന്നെങ്കിൽ ഇംഗ്ലീഷിലാക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റ് മാത്രമല്ല അതായത് ഹിന്ദിയും സംസ്കൃതവും മിക്സ് ചെയ്താണെന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദി തന്നെയാണെന്നാണ് മാക്സിമം ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഹിന്ദി മാത്രമല്ല ഇന്ത്യയിലുള്ളത് റെക്കഗ്നൈസ് ആയ പല ലാംഗ്വേജസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇവരും ആവശ്യപ്പെടില്ല അതായത് മലയാളത്തിൽ ഞങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ തമിഴ് വേണമെന്ന്. അപ്പോൾ ഹിന്ദി പറയുന്നവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. പക്ഷെ മറ്റ് സ്റ്റേറ്റ് അതായത് തമിഴ് മലയാളം പറയുന്നവർക്ക് ഇത് പ്രൊണൗൺസ് ചെയ്യാൻ തന്നെ വളരെ കഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഈ പേര്
ഒന്നെങ്കിൽ ഇംഗ്ലീഷിലാക്കാറുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പിനൽ കോഡ് CRPC, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ആക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊരു ന്യായമായ കാര്യം തന്നെയാണ്. അതായത് ഇംഗ്ലീഷിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യന് പുറമെ ഉള്ള ഒരാൾ, അതായത് ഫോറിൻ ആൾക്കാരൊക്കെ വരികയാണെങ്കിലും അവർക്കും ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പുതിയ നിയമം എന്തുകൊണ്ടും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 80% നല്ലത് തന്നെയാണ്. 20% മാത്രം ഒരു ചേഞ്ചസ് വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.